നമസ്കാരം, തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. മതമൈത്രി സന്ദേശം വിളിച്ചോതി സമൂഹ സദ്യ. ഏഴൂർ കൊറ്റംകുളങ്ങര ശിവഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയാട്ടിനോടനുബന്ധിച്ചുള്ള സമൂഹസദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. അക്ഷരാർത്ഥത്തിൽ ഏഴൂർ ദേശത്തിന്റെ ഉത്സവമായി മാറിയ ഭഗവതിയാട്ടിൽ നാനാജാതി മതസ്ഥരും പങ്കാളികളായി. എല്ലാ വർഷത്തെയും പോലെ മുഖ്യാതിഥിയായി പാണക്കാട് കുടുംബത്തിലെ റഷീദ് അലി ശിഹാബ് തങ്ങൾ സമൂഹസദ്യ ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിൻ്റെ ആ തനിമ, ആ പഴയ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് എല്ലാ മതങ്ങളുടെയും ഉത്സവങ്ങളാണെങ്കിലും സന്തോഷവേളകളിലും ദുഃഖവേളകളിലൊക്കെ എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ സന്തോഷത്തിലൊക്കെ പങ്കെടുക്കുകയും അതിലൊക്കെ വേണ്ടുന്ന രീതിയിലുള്ള സഹായങ്ങളും സഹകരണമൊക്കെ നൽകിക്കൊണ്ട് നല്ല രീതിയിൽ അത് വിജയിപ്പിക്കാനും വേണ്ടുന്ന പ്രവർത്തികൾ നടത്താനുമുള്ള പരസ്പരം മതങ്ങളുടെ സാഹോദര്യം, മതങ്ങൾ തമ്മിലുള്ള മൈത്രി അതൊക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് കൊറ്റംകുളങ്ങര തിരൂരിലെ ഏഴൂരിലുള്ള കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ നടക്കുന്ന താലപ്പൊലി ഉത്സവം, ആ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവിധ ആശംസ നേരുന്നു, പ്രാർത്ഥന നടത്തുന്നു. ഏഴൂർ കൊറ്റംകുളങ്ങര ശിവ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിനോടനുബന്ധിച്ചാണ് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. തങ്ങളുടെ ഒപ്പം ഈ ഒരു സമൂഹ സദ്യയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ജീവിതത്തിലൊരു മഹാസൗഭാഗ്യമായി കരുതുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ മനുഷ്യരും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് മതമൈത്രി എന്ന ഈ ഒരു ഇത്. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ തന്നെ ലോകമെമ്പാടും ഈ ഒരു തരത്തിൽ വന്നു ചേരാൻ സാധിക്കട്ടെ. ഇങ്ങനൊരു ഇത് സംഘടിപ്പിച്ചതിന് സംഘാടകർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വരും വർഷങ്ങളിലും എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി. കൊറ്റംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഈ ഉത്സവം ഈ നാടിൻ്റെ ഒരു ഉത്സവമാണെന്ന് മനസ്സിലാക്കുന്നതിലേറെ സന്തോഷമുണ്ട്. ഏറെ ഈ നാട്ടുകാരെല്ലാം കൂടെ നടത്തുന്നൊരു ഉത്സവമാണെന്നാണ് സംഘാടകരോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. എല്ലാവരും കൂടെ ഒന്നു ചേർന്ന് ജാതി മത വ്യത്യാസമില്ലാതെ ഒരു ഉത്സവം ആഘോഷിക്കുന്നത് ഈ നാടിന് തന്നെ ഐക്യത്തിനും അതേപോലെ തന്നെ സാഹോദര്യത്തിനുമൊക്കെ ഒരു കെട്ടുറപ്പ് നൽകുന്ന കാര്യമാണ്. അതോടനുബന്ധിച്ച് സമൂഹ സദ്യയും നടത്തുന്നുണ്ട്. കഷ്ടപ്പെടുന്ന മനുഷ്യരെ അനുസ്മരിക്കുവാനും ഉള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു അനുഭവമാണല്ലോ ഭക്ഷണം പങ്കുവയ്ക്കുക എന്ന് പറയുന്നത്. ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഇതിൽ സംബന്ധിക്കുവാനായിട്ട് എനിക്ക് അവസരം കിട്ടി, സന്തോഷമുണ്ട്. ഇവിടെ വരുമ്പോൾ എല്ലാ ജാതിക്കാരെയും തന്നെ ഞാൻ കാണുന്നുണ്ട്. ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്, ഇസ്ലാം വിശ്വാസികളുമുണ്ട്. നമ്മുടെയൊക്കെ ഒരു കൂട്ടായ്മ മനുഷ്യൻ ഒരു ദൈവത്തിൻ്റെ മക്കളാണെന്ന് മനസ്സിലാക്കാനും അതുകൊണ്ട് തന്നെ എല്ലാവരും സഹോദരങ്ങളാണെന്ന് തിരിച്ചറിയുവാനുമുള്ളൊരു വേദിയാണ്, ഒരവസരമാണ്, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളൊരു വേദി കൂടെയാണ് ഇത്. ഇതിന് എല്ലാവിധ നന്മകളും ഞാൻ ആശംസിക്കുന്നു. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ടെന്ന് എനിക്കറിയാൻ പാടില്ല. 5 വർഷമായെന്ന. ഇനി ഇത് മുന്നോട്ട് പോകണം, ഒന്നിനൊന്നിനെ വർദ്ധിച്ചു വരികയും കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കാനും ഇത് ഇടയാകട്ടെ. ഈ ക്ഷേത്രം ഈ സമൂഹത്തിൻ്റെ ഐശ്വര്യത്തിന് നിദാനമായി തീരട്ടെ എന്നും ആശംസിക്കുകയാണ്. നമ്മളൊന്നാണ്, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ നമുക്ക് ഈ നാടിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കൊറ്റംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഈ ഉത്സവം ഈ നാടിൻ്റെ ഒരു സാംസ്കാരിക പരിച്ഛേദമാണ് ഇവിടെ കാണിക്കുന്നത്. വർഷങ്ങളായിക്കൊണ്ട് ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉത്സവം ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. നാനാജാതി മതങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകളും ഇവിടെ സന്നിഹിതരാകുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഈ ഉത്സവത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് പോലും മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, ഈ ക്ഷേത്രം ഈ നാടിൻ്റെ തന്നെ പൊതുസ്വത്തായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. നൂറ്റാണ്ടുകളായിക്കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശത്തിൻ്റെയും എല്ലാം തന്നെയാണ് പൊതുസമൂഹത്തിന് നൽകാൻ കഴിയുന്ന സന്ദേശം എന്ന് പറയുന്നത്. വിശിഷ്യ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉത്സവങ്ങളെല്ലാം തന്നെ നമ്മുടെ ദേശീയ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. പുതിയങ്ങാടി യാവുന്തങ്ങൾ ലൗലി അവരുടെ ആണ്ട് നേർച്ചയായാലും കല്ലിങ്ങലിലെ നേർച്ചയായാലും ശരി, വൈരങ്കോട് ക്ഷേത്രത്തിലെ ഉത്സവമായാലും ശരി, എല്ലാം തന്നെ തിരൂരിൻ്റെ സാംസ്കാരിക സമന്വയം വിളിച്ചോതുന്നതാണ്. ഇവിടെ ഈ ഉത്സവത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നൽകാൻ കഴിയാവുന്ന സന്ദേശം ഏത് മതത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ശരി,
മാനവികതയുടെ മഹിതമായിട്ടുള്ള സന്ദേശമാണ് നൽകാൻ നമുക്ക് സാധിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ കമ്മിറ്റിയെയും ഇതിൻ്റെ ഭാരവാഹികളെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. തിരൂർ സെന്റ് മേരീസ് ചർച്ചിലെ വികാരി ഫാദർ ജോസഫ് മണ്ണഞ്ചേരിയിൽ, ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ അരീക്കര സുധീർ നമ്പൂതിരി, കീഴേടത്തിൽ ഇബ്രാഹിം ഹാജി, നഗരസഭാ വൈസ് ചെയർമാൻ രാമൻകുട്ടി, ഗഫൂർ പി ലില്ലിസ്, തിരൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഗിരീഷ്, രമ ഷാജി, ഹോട്ടൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ എന്നിവരും സമൂഹസദ്യയിൽ പങ്കെടുത്തു. 4500ഓളം ആളുകൾ പങ്കെടുത്ത സമൂഹസദ്യയ്ക്ക് ആഘോഷ കമ്മിറ്റി ചെയർമാൻ യാസിർ പൊട്ടച്ചോല, അഷ്റഫ് പൊട്ടച്ചോല, നൌഫൽ കാവുങ്ങൽ, കൺവീനർ സുനിൽകുമാർ ജിയസ്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സേതുമാധവൻ പറൂർ, സെക്രട്ടറി വിവേകാനന്ദൻ മാമ്പറ്റ, ഏഴൂർ കളരിക്കൽ പരശുരാമൻ പണിക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്ര ചടങ്ങുകൾ മടമന ശ്രീജിത്ത് നമ്പൂതിരി, യദു നമ്പൂതിരി, ചന്ദ്രശേഖർ പറൂർ, അജേഷ് പറൂർ എന്നിവർ നിർവഹിച്ചു. പൌരപ്രമുഖരുടെ നേതൃത്വത്തിൽ ഭഗവതിയുടെ ദേശപ്രദക്ഷിണവും നടന്നു. വൈകിട്ട് ശ്രീ ചാത്തൻകുന്നൻ പ്രകാശിന്റെ നേതൃത്വത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്രപാലന്റെ ആട്ട് എന്നീ ചടങ്ങുകൾ നടന്നു. പുലർച്ചെ 18ാം കർമ്മത്തോടെ ഉത്സവ ചടങ്ങുകൾ അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, തുഞ്ചൻ മീഡിയ. പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ.